പഠിച്ചതെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടോ? മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്ക് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ മെമ്മറി, നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് റിഹേഴ്സൽ മൂലം ലോങ് ടൈം മെമ്മറിയിലേക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്തുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇന്നിപ്പോൾ ഒരു ടോപ്പിക് പഠിച്ചു, ആ ടോപ്പിക്ക് രാത്രി കിടക്കാൻ നേരം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ തലേന്ന് നമ്മൾ പഠിച്ച ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം പുതിയ ടോപ്പിക്ക് തുടങ്ങുക. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീക്ക്ലി വൺസ് നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ്ലി ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു 1 മന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ റിപ്പീറ്റഡ് റിഹേഴ്സൽ കൊണ്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തുകയും നമുക്ക് നമ്മൾ എന്താണോ പഠിച്ചത് അതൊരിക്കലും മറന്നു പോകാതിരിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ എന്ത് പഠിക്കുമ്പോഴും എന്തെങ്കിലും ഒരു റിയൽ ലൈഫ് കാര്യങ്ങളുമായിട്ട് റിഹേഴ്സൽ അതല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവരാകട്ടെ, കെമിസ്ട്രി പഠിക്കുന്നവരാകട്ടെ, ഏത് സബ്ജക്റ്റ് പഠിക്കുന്നവരാണെങ്കിലും എന്തെങ്കിലും റിയൽ ലൈഫ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു കെമിസ്ട്രിയിൽ ഇലക്ട്രോൺസ് നമ്മൾ ഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചാർജും ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലാക്കിയാലോ? എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചെടുക്കുന്നത് സ്വാർത്ഥമായിട്ടുള്ള ഒരു മനോഭാവമാണ് അല്ലേ? അപ്പോൾ വാങ്ങിച്ചെടുക്കുന്നത് നെഗറ്റീവും നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചിന്തിച്ച് വേണമെങ്കിൽ നമുക്കതിനെ ഓർത്തെടുക്കാൻ പാടില്ലേ? പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ഓർത്തെടുക്കാൻ പാടില്ലേ? ഇതുപോലെ പല പല കാര്യങ്ങളെയും നമുക്ക് ഇത് നമ്മുടെ റിയൽ ലൈഫിലെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല. ഇനി അതുപോലെ ചെറിയ അസ്ട്രോണമിസ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റെയിൻബോയ്ക്ക് പകരം നമ്മൾ എന്ത് വിബ്ജിയോ അല്ലെ, അതിൻ്റെ കളേഴ്സ് ഓർഡറിൽ ഓർക്കാൻ നമ്മൾ വിബ്ജിയോർ എന്ന് യൂസ് ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങളെയും ഇപ്പോൾ പീരിയോഡിക് ടേബിളിലെ എലമെൻസിൻ്റെ നമ്പർ ഇത് അല്ലെങ്കിൽ ഓർഡർ ഇതൊക്കെ മനസ്സിലാക്കാൻ ചെറിയ ചെറിയ അക്രോണിംസ് ഫോം ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കുകളാണ്.